ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മുരിങ്ങയ്ക്ക കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയാണെങ്കിൽ ചപ്പാത്തി വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാട്ടോ. എല്ലാവർക്കും അറിയാവുന്നറിയാം, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കണം. അപ്പോൾ നമുക്കാണെങ്കിൽ ഏറ്റവും ആദ്യം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. 2 തക്കാളിയും കൂടെ അരിഞ്ഞത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് സോത്തേ ചെയ്തെടുക്കുക. ഒത്തിരി ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതിനകത്ത് മുരിങ്ങയ്ക്ക ഒരു 3 മുരിങ്ങയ്ക്ക തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിന് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഇനി വെളുത്തുള്ളി 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ ഇവിടെ വെന്ത് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. നമുക്കാണെങ്കിൽ ഈ അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ജാറൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്കൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ അരപ്പും നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായിട്ടുള്ള ഗ്രേവി വേണ്ട, ഒരു മീഡിയം തിക്നെസ്സുള്ള ഗ്രേവി വേണം. എന്നാലേ കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വേണേ ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് നമുക്ക് അത് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മളാണെങ്കിൽ മുരിങ്ങയ്ക്കും സവാളയ്ക്കൊക്കെ ഉള്ള അത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയിട്ട് എത്ര കുറവുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് കൊടുക്കാൻ. ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നും ചൂടായി കഴിയുമ്പോൾ നമുക്കിത് നമുക്കിന് വേണ്ടി ഒരു തടുക്ക റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്കൊരു തടുക്കാപ്പതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി കഴിയുമ്പം അതിനകത്ത് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകും പൊട്ടിക്കഴിയുമ്പം പിന്നെ ചെറിയ ഉള്ളി 2 ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ഉണക്കമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഈ നമ്മൾ കടുക് വറുത്ത് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അത് നമുക്കാണെങ്കിൽ നമ്മുടെ കൂട്ടാനകത്ത് ഒഴിച്ച് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചെന്ന് വെക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്തോടെ ഇറങ്ങാനായിട്ട്. അതിന് ശേഷം വേണം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എത്ര സിമ്പിളാണ് അല്ലേ. നല്ലൊരു അടിപൊളി കൂട്ടാനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് തക്കാളി ഇടാൻ താല്പര്യമെങ്കിൽ ഇപ്പോൾ നല്ല മാങ്ങ കിട്ടുന്ന സീസണാണ് കേട്ടോ. മാങ്ങ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.